ആണവശേഷി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികളുടെ നിർമ്മാണത്തിലേക്ക് ഇന്ത്യ സജീവമാവുകയാണ്. ഒരുപാട് അത്തരത്തിൽ വരും വർഷങ്ങളിൽ നിർമ്മിക്കാൻ പോവുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം, INS അരിഹന്താണ് ഇന്ത്യയുടെ ഏറ്റവും ആദ്യത്തെ ന്യൂക്ലിയർ പവേർഡ് ആയിട്ടുള്ള സബ്മറൈൻ അന്തർവാഹിനി എന്ന് പറയുന്നത്. എന്താണ് ഇത് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത്? വസ്തുതാപരമായിട്ടുള്ള റിപ്പോർട്ടുകളാണോ പുറത്തു വരുന്നത്? തീർച്ചയായിട്ടും 2035 കൂടി അമേരിക്ക, റഷ്യ, ചൈന ഈ 3 രാജ്യങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം ആണവ ശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ ഓപ്പറേറ്റ് ചെയ്യുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറും. ഇപ്പൊ തന്നെ ഈ അരിഹന്ത് എന്ന് പറയുന്നത് ഒരു ക്ലാസ് ആണ്, ഒരു കാറ്റഗറിപ്പെട്ട പിന്നെ അന്തർവാഹിനികളുടെ പേരാണ്. അതിലെ ആദ്യത്തേതിന്റെ പേര് INS അരിഹന്ത് എന്നാണെന്നുള്ളതേ ഉള്ളൂ. അതിനുശേഷം INS അരിഘാത് നിർമ്മിച്ചു. മൂന്നാമത്തേത് INS അരിന്ധാം. അത് നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ വർഷം അത് നമ്മുടെ നേവിയുടെ ഭാഗമാവും, കമ്മീഷൻ ചെയ്യും. സീ ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നാലാമത്തേത് S4 എന്ന പേരിട്ടിരിക്കുന്ന INS അരിസുധയാണ്. അപ്പം ഈ സുധനാണ്, സുധയല്ല സുധനാണ്. അപ്പോൾ അങ്ങനെ 4 അരിഹന്ത് ക്ലാസ്സിലുള്ള 4 അന്തർവാഹിനികളുടെ നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞു. അത് 2 എണ്ണം കമ്മീഷൻ ചെയ്ത് നേവിയുടെ ഭാഗമായി. മൂന്നാമത്തേത് മാസങ്ങൾക്കുള്ളിൽ അതിൻ്റെ എല്ലാ പരീക്ഷണങ്ങളും പൂർത്തിയാക്കി നേവിയുടെ ഭാഗമായിട്ട് കമ്മീഷൻ ചെയ്യും. നാലാമത്തേത് പരീക്ഷണങ്ങൾ കടലിലെ അതിൻ്റെ യാത്രകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അത് അടുത്ത വർഷം 2027 അത് കമ്മീഷൻ ചെയ്യും, ആദ്യം തന്നെ. അപ്പോൾ 4 അരിഹന്ത് ക്ലാസ്സിലുള്ള അന്തർവാഹിനികളായി. ഇനി S5 എന്ന് ഇത് S4 എന്നാണ് അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു പേര്. S5 എന്ന് പറഞ്ഞ് ഇതിനേക്കാൾ വലുത്, ഇതിൻ്റെ ഈ 4 എണ്ണത്തിൽ ആദ്യത്തെ 2 എണ്ണം ഉണ്ടല്ലോ, ഇപ്പം നമ്മുടെ നാവികസേനയുടെ ഭാഗമായിരിക്കുന്ന INS അരിഹന്തും അരിഘാതും, ഇത് രണ്ടും 6000 ടൺ ഭാരമുള്ള അന്തർവാഹിനികളാണ്. ഇനി വരാനിരിക്കുന്ന, ഇപ്പോൾ കമ്മീഷൻ ചെയ്യാനിരിക്കുന്ന അരിഘാത്, അരിന്ധാമും അതുപോലെ അരിസുധനും, അത് രണ്ടും 7000 ടൺ ഭാരമുള്ളതാണ്. പക്ഷേ നമ്മൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന S5 എന്ന് പറയുന്നത് 13500 ടൺ ഭാരമുള്ള, ഇതിനേക്കാളൊക്കെ വളരെ വലുതാണ്. അതായത് ഇരട്ടിയോളം വലുപ്പമുള്ള അന്തർവാഹിനികളാണ്. ഈ ഒരെണ്ണത്തിൽ നിന്ന് ഇതെല്ലാം തന്നെ SSBN എന്ന് പറയുന്ന ഷിപ്പ് സബ്മേഴ്സിബിൾ ബാലിസ്റ്റിക് ന്യൂക്ലിയർ എന്ന് പറയുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കുന്ന അന്തർവാഹിനികളാണ്. അതായത് ഇന്ത്യയുടെ അണുവായുധ ശേഷിയുടെ ഒരു അല്ലെങ്കിൽ ഇന്ത്യയുടെ ആണവ ആക്രമണത്തിൻ്റെ കുന്തമുനകളാണ് ഈ പറയുന്ന അരിഹന്ത് ക്ലാസ്സിലുള്ളതും ഇപ്പോൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന S5 ക്ലാസ്സിലുള്ളതും. ഇതിൽ അരിഹന്ത് ക്ലാസ്സിലുള്ളതിൽ ആദ്യത്തെ 2 എണ്ണത്തിൽ 4 ബാലിസ്റ്റിക് മിസൈലുകൾ വെച്ചിട്ടാണ്, പിന്നീട് 8 എണ്ണമാവും. ഇനി പണിയാനിരിക്കുന്ന S5 12ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടാവും. അതായത് ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ ഒരു ന്യൂക്ലിയർ ബോംബ് വിട്ടാൽ ഇതിലെ ഒറ്റ അന്തർവാഹിനിയിലെ മിസൈലുകൾ മതി മുഴുവൻ പാകിസ്ഥാനെയും തകർക്കാൻ. കാരണം എല്ലാത്തിലും അണ്വായുധം പോർമുനുകൾ ഉണ്ടാവും. അതാണിത്. അപ്പോൾ S5 ക്ലാസ്സിൽപ്പെട്ട ഏതാണ്ട് 6 എണ്ണമാണ് നമ്മൾ പണിയാൻ പോകുന്നത്. അങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞ അരിഹന്ത് ക്ലാസ്, അതായത് S4 + S5, 6 × 4 10 എണ്ണം നമ്മുടെ ഭാഗമാണ്. ഈ S5 2 എണ്ണത്തിൻ്റെ നിർമ്മാണം നമ്മൾ 2024 തുടങ്ങിക്കഴിഞ്ഞു. അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 27 ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ S4 4 എണ്ണവും പൂർണ്ണമായിട്ട് നേവിയുടെ ഭാഗമാകും. അങ്ങനെ നേവിയുടെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നീട് വരുന്ന വർഷങ്ങളിൽ S5 നേവിയുടെ ഭാഗമാകും. ഇനി ഇതോടൊപ്പം തന്നെ പ്രൊജക്റ്റ് 77 എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പ്രോജക്റ്റ് വരുന്നുണ്ട്. അത് 6 SSN എന്ന് പറയുന്ന അന്തർവാഹിനിയാണ്. അതായത് അതിൽ ഉപയോഗിക്കുന്നത് ഈ ബാലിസ്റ്റിക് മിസൈലുകളായിരിക്കില്ല, അതിൽ ക്രൂയിസ് മിസൈലുകൾ. അത് മുഖ്യമായിട്ടും അണുവായുധത്തിന് തിരിച്ചടി കൊടുക്കാനല്ല, പക്ഷേ ദീർഘദൂര ക്രൂയിസ് മിസൈലുകൾ വെച്ച് നമ്മുടെ ശത്രു രാജ്യങ്ങളെ ആക്രമിക്കാനും, അതുപോലെ ശത്രു അന്തർവാഹിനികളെ ആക്രമിക്കാനും, ശത്രു യുദ്ധക്കപ്പലുകൾ, അത് ഡിസ്ട്രോയർ ക്ലാസ് ആണെങ്കിലും ഫ്രിഗേറ്റ് ക്ലാസ് ആണെങ്കിലും കോർവെറ്റ് ക്ലാസ്സിലുള്ളതാണെങ്കിലും അവയെ ആക്രമിക്കാനും, അതുപോലെ വിമാനവാഹിനി കപ്പലുകൾക്ക് അകമ്പടി സേവിക്കാനുമുള്ള ഒരു അന്തർവാഹിനികളാണിത്. ഈ SSN എന്ന് പറയുന്നതും നിർമ്മാണം ഉടൻ തുടങ്ങും. അത്തരം 6 എണ്ണമാണ്.
ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, 4 അരിഹന്ത്, 6 S6 S5, ഈ പറയുന്ന SSN ക്ലാസ്സിൽ പ്രൊജക്ട് 77 6 അങ്ങനെ 16 അന്തർവാഹിനികൾ 2035 38 ഇന്ത്യയുടെ ഭാഗമാണ്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഇന്ത്യക്ക് വെറും 2 ആണവ അന്തർവാഹിനികളാണ്. ഇന്ത്യയേക്കാൾ ആണവ അന്തർവാഹിനികൾ ഓപ്പറേറ്റ് ചെയ്യുന്ന രാജ്യങ്ങളൊക്കെ വളരെ കുറവാണ്. ജപ്പാനോ ദക്ഷിണ കൊറിയയ്ക്കോ പാകിസ്ഥാനോ ഒന്നുമില്ല. പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളായ ഫ്രാൻസിനും അതുപോലെ തന്നെ ബ്രിട്ടനും ആണവ അന്തർവാഹിനികളുണ്ട്. ബ്രിട്ടന് 10 ഫ്രാൻസിന് 9 ഈ രീതിയിലാണ്. അപ്പോൾ 2035 ആകുമ്പോഴേക്കും ഇന്ത്യക്ക് 11 ആവും. അപ്പോൾ ഇന്ത്യ ബ്രിട്ടനെയും ഫ്രാൻസിനെയും മറികടക്കും. 38 ആകുമ്പോഴേക്കും നമ്മുടെ ആണവ അന്തർവാഹിനികളുടെ എണ്ണം 16 ആകും. 38 2038 അതോടുകൂടി നമ്മൾ ബ്രിട്ടനെയും അതുപോലെ പിന്നെ ഫ്രാൻസിനെയും ഒക്കെ മറികടന്ന് നമ്മുടെ ആണവ അന്തർവാഹിനികളുടെ എണ്ണം കുതിച്ചു വരും. നമ്മൾ അവിടെ വെച്ചും നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ അമേരിക്കയുടെ കൈവശമുള്ള അതായത് 2 തരത്തിലുള്ള SSNകൾ അമേരിക്കയ്ക്കുണ്ട്. അത് ഒന്ന് മറ്റു രാജ്യങ്ങളെ ആക്രമിക്കാനുള്ള SSGN എന്ന് പറയുന്ന ഷിപ്പ് സബ്മേഴ്സിബിൾ ഗൈഡഡ് ന്യൂക്ലിയർ എന്ന് പറയുന്ന ഗൈഡഡ് മിസൈലുകൾ മാത്രമുള്ള ഒരു അന്തർവാഹിനി. അത് കരയെ ആക്രമിക്കാൻ വേണ്ടി മാത്രമുള്ള അന്തർവാഹിനിയാണ്. കടലിലെ നിന്ന് വരുന്ന ശത്രുക്കളെ ആക്രമിക്കാനായിട്ട് അടുത്തതും വരും. അങ്ങനെ 4 തരത്തിലുള്ള അന്തർവാഹിനികളുമായിട്ട് 2040 ആകുമ്പോഴേക്കും ചൈനയെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു ശക്തിയായിട്ട് ആണവ അന്തർവാഹിനികൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ശക്തിയായിട്ട് ഇന്ത്യ മാറുകയാണ്. ഇതല്ലേ നമ്മുടെ ഒരു പ്രത്യേകത. ഈ അന്തർവാഹിനികളൊക്കെ തന്നെ നമ്മൾ തന്നെ നിർമ്മിക്കുന്നതാണ്. ഇപ്പോൾ ഡീസൽ ഇലക്ട്രിക് ഇത്ര സാങ്കേതിക വിദ്യയൊന്നും വേണ്ട എന്ന് പറയുന്ന ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത് തൈസൺ ഗ്രൂപ്പ് മറൈൻ സിസ്റ്റംസ് ലിമിറ്റഡിന്റെ സഹായത്തോടെ, ജർമ്മനിയുടെ സഹായത്തോടു കൂടിയാണ്. അത് വേഗത്തിൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ്. ഇത് പക്ഷെ നമ്മൾ ആരുടെയും സഹായമില്ല, നമ്മൾ തദ്ദേശീയമായിട്ട് തന്നെ നിർമ്മിക്കുകയാണ് ഈ ആണവ അന്തർവാഹിനികൾ. അതങ്ങനെ സാധാരണഗതിയിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് അങ്ങനെ നിർമ്മിച്ചു കൊടുക്കാനും അത്ര എളുപ്പമല്ല. കാരണം അതൊരു വളരെ മാരകമായ പ്രഹരശേഷിയുള്ള ഒരു അന്തർവാഹിനിയാണ്. ഇത് മാസങ്ങളോളം സമുദ്രത്തിനടിയിൽ കിടക്കാൻ പറ്റും. ഇതിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ വിമാനവാഹിനി കപ്പലുകൾക്ക് വേണ്ട രീതിയിലുള്ള ആ ഒരു കരുത്തുണ്ടാവണമെങ്കിൽ ഇതിനെ അകമ്പടി സേവിച്ചുകൊണ്ട് ഈ ആണവ അന്തർവാഹിനികളുടെ ഒരു കൂട്ടം അതിന് ചുറ്റും ഉണ്ടാകും. ഒരു 2 ആണവ അന്തർവാഹിനികളും അല്ലാത്ത ഒരു 1-2 ഡീസൽ അന്തർവാഹിനികളും പിന്നീട് ഫ്രിഗേറ്റുകളും കോർവെറ്റുകളും ഡിസ്ട്രോയറുകളും ഒക്കെ അടങ്ങുന്ന ഒരു ഫ്ലോട്ടില എന്ന് പറയുന്ന ഒരു വലിയ ഒരു കോണ്ടിനെന്റ് ഒഴുകി വരുന്നത് പോലാണ് യഥാർത്ഥത്തിൽ ഒരു വിമാനവാഹിനി കപ്പൽ വരുന്നത്. ആ ഒരു വിമാനവാഹിനി കപ്പൽ മതി ഒരു രാജ്യത്തെ തകർക്കാനായിട്ട്. അതും അതിൻ്റെ സഹ കപ്പലുകളും കൂടെ. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ ആണവ അന്തർവാഹിനികൾ ഈ പറയുന്ന നമ്മുടെ ശത്രുക്കൾക്ക് ഒരു പേടി സ്വപ്നമാകും. അന്തർവാഹിനികളുടെ കാര്യത്തിൽ ഇന്ത്യക്ക് കമ്മി ഉണ്ടായിരുന്നു, ഷോർട്ടേജ് ഉണ്ടായിരുന്നു. എന്തായാലും അത് നികത്താൻ തന്നെ ഇന്ത്യ വളരെ കൃത്യമായ പദ്ധതിയാണ്. അത് നിർമ്മിക്കുമ്പോൾ അത് ആണവ അന്തർവാഹിനികൾ ആവശ്യത്തിന് നിർമ്മിക്കുക എന്നുള്ള ഒരു വളരെ കൃത്യമായ ഒരു പദ്ധതിയുമായിട്ടാണ് ഇന്ത്യ ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. വരും ദിവസങ്ങളിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആണവ അന്തർവാഹിനികളുള്ള രാജ്യങ്ങളിൽ ഒന്നായിട്ട് ഇന്ത്യ മാറുകയാണ്. എന്തായാലും പുതിയ അപ്ഡേറ്റ്സ് വരുന്ന മുറയ്ക്ക് നമുക്ക് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം.